യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം MA വിദ്യാർത്ഥി N മോഹനൻ. അവന്റെ മുന്നിലെ സിമന്റ് സെറ്റിയിൽ ഒരു 18 വയസ്സുകാരി പെൺകുട്ടിയിരുന്നു. അതേ കോളേജിലെ ഓണേഴ്സ് ക്ലാസ്സിലെ 1ാം വർഷ വിദ്യാർത്ഥിനി. അവളുടെ പേര് വേണ്ട, അത് പറയുന്നത് ശരിയല്ല. അവളെ അവളെന്ന് മാത്രം അറിയുക. അവൾ ഇരുന്ന സെറ്റിയുടെ പിന്നിൽ 10-20 അടി താഴ്ചയിലെ മണൽപ്പരപ്പിൽ 4-5 വയസ്സുള്ള ഒരു കൊച്ചു സുന്ദരി പെൺകുട്ടിയും 6-7 വയസ്സുള്ള ഒരു മിടുക്കൻ ആൺകുട്ടിയും ഓടിക്കളിച്ച് രസിച്ചിരുന്നു. അവരുടെ ആ മുതിർന്ന പെൺകുട്ടിയുടെ ഇളയ സഹോദരനും സഹോദരിയും. അവരെ പാർക്കിൽ കളിക്കാൻ കൊണ്ടുവരുവാനും സുരക്ഷിതരായി തിരിച്ച് വീട്ടിലെത്തിക്കുവാനും എന്ന വ്യാജഭാവത്തിലായിരുന്നുവല്ലോ ചേച്ചിയുടെ നിത്യസായാഹ്ന സഞ്ചാരങ്ങൾ. എതിർവശത്തെ ബെഞ്ചിലിരുന്ന ആ യുവാവ് അനുരാഗബദ്ധമായ കണ്ണുകളോടെയായിരുന്നു ആ പെൺകുട്ടിയെ നോക്കിയിരുന്നത്. സ്വാധീനിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. എങ്കിൽ അങ്ങനെ തന്നെ. എന്നിരുന്നാലും എനിക്ക് എന്റേതായ സംശയമുണ്ട്. 18 മുതൽ 21 വരെയുള്ള പ്രായത്തിൽ മാത്രം അറിയുന്ന ഒരുവളെ പെൺകുട്ടി എന്നല്ലാതെ സ്ത്രീ എന്നൊക്കെ വിളിക്കാമോ? സ്ത്രീ എന്ന നിർവചനത്തിൽ അവൾ പെടുമോ? അരയൗവനത്തിന്റെ ആദ്യഘട്ടത്തിൽ എവിടെയോ എത്തിയിരുന്ന ഒരു യുവാവിനെ സ്വന്തം സൗന്ദര്യം കൊണ്ടും ജ്ഞാനവൈഭവം കൊണ്ടും സൗശീല്യം കൊണ്ടും താൻ അറിയാതെ സ്വാധീനം ചെയ്തിരിക്കാവുന്ന ഒരു പെൺകുട്ടി മാത്രമല്ലേ അവൾ? അന്ന് ആദ്യമായിരുന്നില്ല അവർ തമ്മിൽ കാണുന്നത്. ഇവിടെ വെച്ച് രാമചന്ദ്രൻ പരിചയപ്പെടുത്തതിന് ശേഷം എത്രയോ പ്രാവശ്യം ഇവിടെ വെച്ച് തന്നെ കണ്ടുമുട്ടി, കോളേജിലെ ആൾക്കൂട്ടത്തിൽ വേറെ. പക്ഷേ അവൾ പറയുന്നത് അയാൾ കോളേജിലെ നേതാവും കഥയെഴുത്തുകാരനുമൊക്കെ ആയതുകൊണ്ട് നേരത്തെ അറിയാമെന്നും ഇവിടെ വെച്ച് പരിചയപ്പെടുന്നതിന് മുൻപ് രാമചന്ദ്രൻ തന്നെ കോളേജിൽ വെച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ്. അപ്പോൾ അയാൾ വലിയ ഗമയും ഭാവവും ഒക്കെ കാണിച്ച് ചിരിയല്ലാത്ത ഒരു ചിരിയും വരുത്തി എങ്ങോ നോക്കി നിൽക്കുകയാണ് അത്രേ ഉണ്ടായത്. മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ തനി തിരുവനന്തപുരം തണ്ട് കാണിച്ചു പോലും. പരിചയപ്പെടുത്തിയെന്ന് അവൾ പറയുന്ന രംഗം അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലെങ്കിലും. അത്രേ ഉള്ളൂ.